Today we study about integers. This is a number line, the representation of integers on a number line. We know that 1, 2, 3, 4, 5, etc. are the natural numbers. 0, 1, 2, 3, etc. are the whole numbers. Then on the right side we denote the positive numbers 0, 1, 2, 3, 4. These are the positive numbers. 0 is neither positive or negative. 0 positive അല്ല നെഗറ്റീവ് അല്ല. 1, 2, 3 etc. പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. 0, 1, 2, 3 etc. നമ്പേഴ്സ് ആർ കോൾഡ് ഹോൾ നമ്പേഴ്സ്. ഇവിടെ -1, -2, -3, -4 etc. These numbers are called negative numbers. 0 neither positive nor negative. -1, -2, -3 etc. are the negative numbers. These numbers are called integers. -5, -4, -3, -2, -1, 0, 1, 2, 3 etc. The numbers are called integers. These numbers are called integers. 1, 2, 3 etc. are positive number. -1, -2, -3, -4 are the negative numbers. 0 is neither positive nor negative. So these are the positive integers. These are negative integers. 0 is neither positive nor negative. This is the representation of integers on a number line. Next one, the number successor and predecessor. These are the numbers. We have to find out the successor and predecessor. Successor means we add 1 to a particular number is and called a predecessor successor. is subtract the number by -1. -1 subtract ചെയ്താൽ 10ന്റെ predecessor കിട്ടും. 10ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ സക്സസറും മൈനസ് ചെയ്താൽ predecessorും കിട്ടും. ഇവിടെ സക്സസറും predecessorും ആണ് കണ്ടുപിടിക്കേണ്ടത്. സക്സസർ കിട്ടണമെങ്കിൽ ഈ നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യാം. predecessor ആണ് കിട്ടേണ്ടതെങ്കിൽ ഈ നമ്പറിന്റെ കൂടെ 1 സബ്ട്രാക്ട് ചെയ്യാം. നമുക്കതറിയാം. അപ്പോൾ ഒരു നമ്പർ 10 ഇവിടെ തന്നിട്ടുണ്ട്. 10ന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ 11. 10ന്റെ സക്സസർ 11. predecessorോ 10ന്റെ predecessor 9. ഇനി 8ന്റെ സക്സസർ ഒരു നമ്പർ 8 കഴിഞ്ഞ് വരുന്ന നമ്പർ 9. 8ന് മുമ്പുള്ള നമ്പർ 7. ഇനി -5 ഇവിടെ നോക്കാം. ഈ നമ്പർ ലൈനിൽ 0, 1, 2, 3 etc. ദി നമ്പേഴ്സ് ഇൻക്രീസിങ് ടു ദി right side. The numbers are increasing to the right side and the numbers are decreasing to the left side. The right സൈഡിലേക്ക് പോകുന്തോറും നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്ത് വരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് ആണെങ്കിലോ നമ്പേഴ്സ് ഡിക്രീസ് ചെയ്ത് വരിക. 0 അത് കഴിഞ്ഞ് 0യിലും കുറവാണ് -1, അതിലും കുറവാണ് -2, -3 അതിലും കുറവാണ്. അപ്പം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പം -5 ആണോ -2 ആണോ വലുത്? -2 ആയിരിക്കും വലുത്. ഇങ്ങോട്ടേക്ക് വരുന്തോറും നമ്പേഴ്സ് കുറഞ്ഞാണ് വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്ത് വരുന്നു. 1, 2, 3, 4, 5 ഇൻക്രീസ് ചെയ്യാണ്. നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലോട്ടും ഡിക്രീസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടുമാണ്. അപ്പം ഇവിടെ -5 ആണോ -3 ആണോ വലുതെന്ന് ചോദിച്ചാൽ എന്താണ് വലുത്? -3 ആണ് വലുത്. നെഗറ്റീവ് നമ്പേഴ്സിൽ ചെറിയ നമ്പർ ആയിരിക്കും ഏറ്റവും വലിയ നമ്പർ ആയിട്ട് വരിക. കാരണം ഇങ്ങോട്ട് പോകുന്തോറും ചെറുതായിട്ട് വരും. -6നേക്കാളും വലുതാണ് -5. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. -5ന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? സക്സസർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ മുൻപിലോട്ടാണ് പോകേണ്ടത്. ഒരു നമ്പർ മുമ്പിലോട്ട് പോകണം. ഒരു നമ്പർ മുമ്പിലോട്ട് പോകുമ്പോൾ ഏതാണ് കിട്ടുന്നത്? -4. സക്സസർ ഈസ് -4 ആൻഡ് predecessor. ഇവിടെ നോക്കാം. 8ന്റെ മുമ്പിലുള്ള നമ്പറാണ് 9. 8ന്റെ പുറകിലുള്ള നമ്പർ 7. 8നേക്കാളും ചെറിയ നമ്പറാണ് 7.
8നേക്കാളും വലിയ നമ്പറാണ് 9. ഇവിടെ -5 എന്ന് പറയുമ്പോൾ -5നേക്കാളും വലിയ നമ്പറാണ് -4 അല്ലേ? -5നേക്കാളും വലിയ നമ്പറാണ് -4. ഇനി -5നേക്കാളും ചെറിയ നമ്പർ ഏതാ? -6. അപ്പൊ ഇവിടെ വരുന്നത് -6. ഇനി -3 ആണ് നെക്സ്റ്റ് നമ്പർ. -3നേക്കാളും വലിയ നമ്പർ ഏതാണ്? -2. ഇനി -3നേക്കാളും ചെറിയ നമ്പർ ഏതാണ്? ഇങ്ങോട്ടേക്ക് വരുന്തോറും നമ്പേഴ്സ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ -3നേക്കാളും ചെറിയ നമ്പർ -4. ഇനി 0 നമ്മൾ പറഞ്ഞു 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. 0 നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല. അപ്പൊ ഇവിടെ 0യുടെ സക്സസർ കണ്ടുപിടിക്കണം. 0യുടെ മുമ്പിലുള്ള നമ്പർ ഏതാണ്? 1. ഇനി 0യുടെ പുറകിലുള്ള നമ്പറോ? 0നേക്കാളും ഒരു നമ്പർ പുറകില് -1. Addition of integers on a number line. Next we study addition of integers on a number line. First one, find the solution of addition using a number line -2 plus 6. First question is -2 plus 6. So add these two numbers. -2 is a negative integer, plus 6 is positive integer. So we add these two numbers. How to add these two numbers? First we start from 0 to -2. First number is -2. So we move 0 to -2. -2 is here. So 0 to -2. Then plus 6. Move to 6 times to the right. So 1, 2, 3, 4, 5, 6. So we move to 4. So here to move 4. ഇവിടെ ആദ്യം നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 0യിൽ നിന്നും -2ലേക്ക് മൂവ് ചെയ്യുക. ദെൻ അവിടെ നിന്ന് നമ്മൾ 6 പ്രാവശ്യം ഇങ്ങനെ മൂവ് ചെയ്യുക. 6 പ്രാവശ്യം മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 1, then 2, 3, 4, 5, 6. Next one is -5 plus 3. -5 is here. So we move 0 to -5. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? +3. അപ്പൊ 3 പ്രാവശ്യം മുമ്പിലോട്ട് പോകണം. +3 എന്ന് പറഞ്ഞാണ്. മൈനസ് ആയിരുന്നെങ്കിൽ പുറകിലോട്ട് പോകണം. ഇവിടെ +3 ആയതുകൊണ്ട് മുമ്പിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അപ്പൊ -5ൽ നിന്ന് 3 പ്രാവശ്യം മുമ്പിലോട്ട് പോകണം. അപ്പൊ അത് എത്ര? 1 ഒരു പ്രാവശ്യമായി, then 2 times, then 3 times. 1 time, 2 time, 3 times. അപ്പൊ എവിടെയായി? -2ലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വീണ്ടും -2വിലോട്ട് വരയ്ക്കുക. അപ്പൊ 0യിൽ നിന്നും -5ലോട്ട് വരച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 3യിലേക്കാണ്. 3യിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 3 അല്ല, -5ൽ നിന്നും വേണം കൗണ്ട് ചെയ്യാൻ. അപ്പോൾ 1, 2, 3. ഇനി നെക്സ്റ്റ് വൺ -1 പ്ലസ് -2 പ്ലസ് -3. ഇപ്പോൾ 0യിൽ നിന്നും ആദ്യം എങ്ങോട്ട് പോകണം? -1ലോട്ട് പോകണം. അപ്പോൾ 0യിൽ നിന്നും -1ലോട്ട് പോയി. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് പോകണം? -2ലേക്ക്. -2 എന്ന് പറഞ്ഞാൽ -2 ആണ്, ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. +2 ആയിരുന്നെങ്കിൽ മുമ്പിലോട്ട് പോകണം. ഇവിടെ -2 ആയതുകൊണ്ട് വീണ്ടും നമ്മൾ ബാക്കിലോട്ടാണ് പോകേണ്ടത്. -2 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആയി, then 2. -1ൽ നിന്ന് 2 പ്രാവശ്യം പുറകിലോട്ട് പോവുക. അപ്പോൾ 1, 2. അപ്പം എങ്ങോട്ടാണ് പോകേണ്ടത്? ഇവിടെ നിന്ന് -1ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ -3 ആയി. ഇനി വീണ്ടും -3 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നും വീണ്ടും -3. 1, 2, 3. വീണ്ടും -3 എന്ന് പറയുമ്പോൾ -6ലോട്ട് വരും. ഇനി ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. -2 plus 6. -2 plus 6 എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്താണ്? 0യിൽ നിന്ന് -2ലേക്ക് പോയി. ഇനി അവിടെ നിന്ന് 6 പ്രാവശ്യം മുമ്പിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ 1, 2, 3, 4, 5, 6. അപ്പോൾ എന്താണ് ആൻസർ? 4. ഇവിടെ ആൻസർ 4 ആണ്. ദെൻ നെക്സ്റ്റ് വൺ -5 plus 3. അപ്പോൾ ആദ്യം തന്നെ 0യിൽ നിന്നും -5ലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് 3 പ്രാവശ്യം മുമ്പിലോട്ട് വന്നു. 3 times മുമ്പിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ 1,
2 3. അപ്പോൾ ആൻസർ എന്താണ്? -2. ആൻസർ ഈസ് -2. ഇനി ഇവിടെ നോക്കാം, -1 + -2 + -3. ഇപ്പൊ ആദ്യം 0യിൽ നിന്ന് -1 വന്നു. ഇനി അവിടെ നിന്ന് -2 ആണ്. അപ്പൊ 2 പ്രാവശ്യം നെഗറ്റീവിലോട്ടാണ് വീണ്ടും പോകുന്നത്. പിന്നെയും നെഗറ്റീവ് ആണ്. അപ്പൊ പിന്നെയും 3 ടൈംസ് നമ്മൾ പുറകിലോട്ട് പോയി. അപ്പൊ എന്താണ് ആൻസർ കിട്ടുന്നത്? -6. ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് -6ലാണ്. അപ്പൊ ആൻസർ എന്താണ്? -6. Next one is 3 more than 5. 3 more than 5. So 3 more than 5 എന്ന് പറഞ്ഞാൽ 5ൽ 3 കൂടുതൽ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 3 കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ 3 more than 5. 5ൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. 3 കൂടുതലാണ്. 1 2 3. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? 8ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. 1 2 3. ആൻസർ എന്ത് വരും? 8 ആണ് വരിക. അപ്പോൾ 3 more than 5 ഈസ് 8. 5ൽ 3 കൂടുതൽ, അതായത് 5 + 3 ആണ് ചോദിച്ചിരിക്കുന്നത്. 5 + 3 എന്താണ്? 8. നെക്സ്റ്റ് വൺ 5 more than -5. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 5 more than -5. -5ൽ 5 കൂടുതൽ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് -5. 5 more than -5 എന്ന് പറയുമ്പോൾ -5ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് -5. ഇനി ഇവിടെ കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറവെന്നായിരുന്നുവെങ്കിൽ നമ്മൾക്ക് പുറകോട്ടേക്ക് പോകണം. ഇവിടെ കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ -5ൽ നിന്ന് 5 ടൈംസ് മുമ്പിലോട്ട് പോവാം. 1 2 3 4 5. അപ്പോൾ ആൻസർ എന്താണ്? 0. -5ൽ നിന്ന് 5 കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ്? 0യാണ്. നെക്സ്റ്റ് വൺ 3 less than -2. -2ൽ 3 കുറവാണ്. അപ്പോൾ ഇവിടെ കുറവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ലെസ് ദാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പുറകിലോട്ട് പോകണം. -2ൽ 3 കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 less than -2. അപ്പോൾ -2ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. -2ൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് 3 less than എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2ൽ 3 കുറവ്. അപ്പോൾ 1 2 3. അപ്പോൾ ആൻസർ എന്താണ്? -5. സോ ആൻസർ ഈസ് -5. ആഡ് വിത്തൗട്ട് യൂസിങ് നമ്പർ ലൈൻ. നമ്പർ ലൈൻ ഇല്ലാതെ തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. ദി റൂൾസ് ആർ ടു പോസിറ്റീവ് സൈൻ. Two numbers have positive sign, add that number and put a positive sign, and to negative sign, add that number and put a negative sign on the answer. Then to opposite sign, subtract the number and put a highest number sign in the answer. ഇവിടെ അഡീഷൻ വിത്തൗട്ട് യൂസിങ് നമ്പർ ലൈൻ ആണ്. നമ്പർ ലൈനിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള റൂൾസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, 2 പോസിറ്റീവ് സൈൻ ആണെങ്കിൽ, ഇപ്പോൾ 2 നമ്പേഴ്സ് ആണല്ലോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ചെയ്യേണ്ട 2 നമ്പേഴ്സിൻ്റെ സൈൻ നോക്കുക. ആ 2 നമ്പേഴ്സിന് പോസിറ്റീവ് സൈൻ, അതായത് സെയിം സൈൻ ആണെങ്കിൽ, പോസിറ്റീവ് സൈൻ ആണ് 2 നമ്പേഴ്സിനുമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 2 നമ്പേഴ്സിൻ്റെ സൈൻ ഇവിടെ നോക്കുക. 1 + 2. ഈ 2 നമ്പേഴ്സും പോസിറ്റീവ് സൈനാണ്. 1നും പോസിറ്റീവ് സൈനാണ്, 2നും പോസിറ്റീവ് സൈനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 3. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് 2 നെഗറ്റീവ് സൈൻ. 2 നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാലും സെയിം സൈനാണ്. സെയിം സൈൻ വരുന്നതാണ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 2 പോസിറ്റീവും 2 നെഗറ്റീവും വന്നാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് ഇങ്ങനെ ഓർക്കുക, 2 സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക. 2 സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക. 2 പോസിറ്റീവ് ആണെങ്കിൽ അവിടെ പോസിറ്റീവ് സൈൻ ആയിരിക്കും, 2 നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ ആയിരിക്കും ആൻസറിൽ. ഇവിടെ പോസിറ്റീവ് ആണ് 2 നമ്പേഴ്സ്, അതുകൊണ്ട് ആൻസറും പോസിറ്റീവ് ആണ്. ഇനി 2 നമ്പേഴ്സ് നെഗറ്റീവ് ആണ്, -1 + -2. ഇവിടെ 2 നമ്പേഴ്സും നെഗറ്റീവ് ആണ്, എന്നാലും എന്ത് ചെയ്യണം? ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 നമ്പേഴ്സ് നെഗറ്റീവും, അതായത് സെയിം
സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ സെയിം സൈൻ തന്നെയാണ്, -1 -2 രണ്ടിലും സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 3 ആണ്. ഇനി എന്ത് സൈൻ ഇടണം? നെഗറ്റീവ് സൈൻ ഇടണം. ഇവിടെ രണ്ടെണ്ണത്തിനും നെഗറ്റീവ് സൈൻ ആണ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇട്ടു. ഇനി ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ഒരു മൈനസും ഒരു പ്ലസ്സും, അങ്ങനെയാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ആ രണ്ട് നമ്പേഴ്സും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1 + -2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് സൈനാണ്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് സൈനും. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 2-ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ 2-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 ആണ് കിട്ടുന്നത്. സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക, വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ വലിയ നമ്പർ 2 ആണ്, ആ 2-ൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. അപ്പോൾ ആ വലിയ നമ്പറിൻ്റെ സൈൻ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ -1 ആയിരിക്കും ആൻസർ. ഇനി വേറൊരു എക്സാമ്പിൾ, -2 + 3. ഇതും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓപ്പോസിറ്റ് സൈൻ വന്നാൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3-ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യണം. 3-ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. ഇനി ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഏതാണെന്ന് നോക്കുക. ഇവിടെ ഹയസ്റ്റ് നമ്പർ 3 ആണ്. 3-യുടെ സൈൻ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ആൻസർ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ രണ്ട് സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. രണ്ട് സെയിം സൈൻ നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് 11 + -7. ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം, വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 ആണ്. 4 വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. വലിയ നമ്പറിൻ്റെ സൈൻ ഇവിടെ പോസിറ്റീവ് ആണ്. 11 ആണ് വലിയ നമ്പർ, അതിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. സോ ആൻസറും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ആണ്, ഒരു പോസിറ്റീവ് സൈനും ഒരു നെഗറ്റീവ് സൈനും. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5, 18-ൽ നിന്നും 13 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 കിട്ടും. ഇനി വലിയ നമ്പറിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ്. അടുത്ത നമ്പറും എന്താണ്? ഓപ്പോസിറ്റ് സൈൻ ആണ്. സോ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 ആണ്. 90-ൽ നിന്നും 10 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 കിട്ടും. ഇനി ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക, പോസിറ്റീവാണ്. നെക്സ്റ്റ് വൺ, -217 + -100. രണ്ട് സെയിം സൈൻ ആണ്. ഇപ്പോൾ ഇവിടെ സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട്, ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 317. രണ്ട് സെയിം സൈൻ ആണ്, ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 317 കിട്ടും. ഇനി ഏതാണോ സൈൻ, രണ്ട് സെയിം സൈൻ ഏതാണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് 250 + 150. ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 കിട്ടും. ഇനി ഹയസ്റ്റ് നമ്പർ സൈൻ ഏതാണെന്ന് നോക്കുക. ഹയസ്റ്റ് നമ്പർ 250 ആണ്, അതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ ആൻസറിന് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് വൺ, -52 + 52. ഓപ്പോസിറ്റ് സൈൻ ആണ്, സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 കിട്ടും. 0 ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. സോ 0 എഴുതിയാൽ മതി. ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ, -7 + -9 + 4 + 16. ഇവിടെ രണ്ട് നമ്പേഴ്സ് ആദ്യം ആഡ് ചെയ്യുക. രണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ -7 + -9 സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ -7-ഉം -9-ഉം ആഡ് ചെയ്യുമ്പോൾ -16. കാരണം രണ്ട് സെയിം സൈൻ ആണ്, ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് ഏതാണോ സൈൻ ആ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് 4 + 16. രണ്ട് സെയിം സൈൻ ആണ്. 4-നും പോസിറ്റീവ് സൈൻ ആണ്, 16-നും പോസിറ്റീവ് സൈൻ ആണ്. 4-നും 16-നും സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. ഇനി ഏതാണോ സൈൻ ആ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ പോസിറ്റീവ് സൈൻ ആണ് രണ്ട് നമ്പേഴ്സിന്, അപ്പോൾ പോസിറ്റീവ് സൈൻ. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തു. രണ്ട് നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തു. ഇവിടെ രണ്ടും പോസിറ്റീവ് സൈൻ ആയതുകൊണ്ട് പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുത്തു.
അപ്പോൾ -16 + 20. ഇനി ഇവിടെ നോക്കുക, ഓപ്പോസിറ്റ് സൈൻ ആണ്. -16 ഈസ് നെഗറ്റീവ്, 20 ഈസ് പോസിറ്റീവ്. സബ്ട്രാക്ട് ചെയ്യുക, 20യിൽ നിന്ന് 16 സബ്ട്രാക്ട് ചെയ്യുക. ഇനി ഹയസ്റ്റ് നമ്പർ സൈൻ ഏതാന്ന് നോക്കുക. ഹയസ്റ്റ് നമ്പർ 20 ആണ്, 20ക്ക് പോസിറ്റീവ് സൈൻ ആണ്. സോ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് വൺ 37 + -2 + -65 + -8. ഇവിടെ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 37 + -2. 37 + -2. -2 ഈസ് നെഗറ്റീവ് നമ്പർ, 37 ഈസ് പോസിറ്റീവ് നമ്പർ. സോ ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 37ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 35 ആണ് കിട്ടുന്നത്. 35. ഇനി ഹയസ്റ്റ് നമ്പർ ഏതാണ്? 37. 37 പോസിറ്റീവ് സൈൻ ആണ്. സോ 35 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് -65 + -8. സെയിം സൈൻ ആണ്. സെയിം സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 73 ആണ് കിട്ടുന്നത്. 65ഉം 8ഉം കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 73 കിട്ടും. ഇനി സെയിം സൈൻ ആണ്. സെയിം സൈൻ ആയതുകൊണ്ട് ആ സൈൻ ഇവിടെ ഇട്ട് കൊടുക്കുക. ഏതാണോ സെയിം സൈൻ? നെഗറ്റീവ് ആണ് സെയിം സൈൻ. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇവിടെ ആൻസറിൽ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആണ്. 73യിൽ നിന്നും 35 സബ്ട്രാക്ട് ചെയ്യാം. 73യിൽ നിന്നും 35 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 38 ആണ് കിട്ടുന്നത്. 38. ഇനി ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ഹയസ്റ്റ് നമ്പർ 73 ആണ്. 73യുടെ സൈൻ നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് സൈൻ ആൻസറിന് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് വൺ -50 + -200 + 300. Here first we add these two numbers, -15 + -200. So we add these two numbers. ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 250. ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 250 കിട്ടും. ഇനി രണ്ട് സെയിം സൈൻ ആണെങ്കിൽ എന്ത് സൈൻ ഇട്ട് കൊടുക്കുക? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. രണ്ട് സെയിം സൈൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തു. ഇനി +300. ഇതിൻ്റെ കൂടെ 300 ആഡ് ചെയ്യണം. അപ്പോൾ ഈ -250യുടെ കൂടെ 300 ആഡ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 300 ആഡ് ചെയ്യാം. ഇവിടെ ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ എന്താണ്? സബ്ട്രാക്ട് ചെയ്യണം. ഈ രണ്ട് നമ്പേഴ്സിനെയും സബ്ട്രാക്ട് ചെയ്യണം. 300ൽ നിന്ന് 250 സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 300ൽ നിന്നും 250 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 50. ഇനി സൈൻ ഏതാന്ന് നോക്കണം. ഹയസ്റ്റ് നമ്പർ സൈൻ ആണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ഹയസ്റ്റ് നമ്പർ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഹയസ്റ്റ് നമ്പർ ഏതാണ്? 300 ആണ്. 300ൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് സൈൻ ആൻസറിൽ വരും. അപ്പോൾ ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് വൺ -312 + 39 + 192. ഇവിടെ -312 പ്ലസ് ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാം. ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 231 ആണ് കിട്ടുന്നത്. രണ്ട് സെയിം സൈൻ ആണ്. സെയിം സൈൻ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് സൈൻ തന്നെ വരും. 231. ഒരു നമ്പറിൻ്റെ തൊട്ട് പുറകിൽ ഏതാണോ സൈൻ അതാണ് ആ നമ്പറിൻ്റെ സൈൻ. ഒരു നമ്പറിൻ്റെ തൊട്ട് പുറകിലുള്ള സൈൻ ഏതാണോ അതായിരിക്കും ആ നമ്പറിൻ്റെ സൈൻ. ഓക്കെ, ഇവിടെ 192ന് പോസിറ്റീവ് സൈൻ ആണ്. പോസിറ്റീവ് സൈൻ ആണെങ്കിൽ പോസിറ്റീവ് സൈൻ ഇടില്ല. നെഗറ്റീവ് സൈൻ ആണെങ്കിൽ മാത്രമാണ് ആ നമ്പറിന് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ -312 + 231 ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടി. ഇനി ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം. കാരണം എന്താ? രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആണ്. 231 ഈസ് പോസിറ്റീവ് ആൻഡ് 312 ഈസ് നെഗറ്റീവ് നമ്പർ. സോ വി സബ്ട്രാക്ട് ദീസ് ടു നമ്പർ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -81 എന്നാണ് കിട്ടുന്നത്. കാരണം എന്താ? ഇവിടെ ഹയസ്റ്റ് നമ്പറിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ -81 ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് വൺ -3 + 2 + 1
plus minus 4 plus minus 6 plus 1. So we add these numbers. First one minus 3 plus 2. So first we add these two numbers, then add these two numbers and these two numbers. So first minus 3 plus 2, opposite sign, so subtract these two numbers and put a highest number sign. So subtract the number minus 3 plus 2, subtract the number 3 minus 2 is 1. 3 minus 2 is 1 and put highest number sign. Highest number is 3. So put a negative sign on the answer. Then add these two numbers. So here opposite sign plus 1 and a minus 4. Opposite sign, subtract the number. So here we subtract the numbers. 4 minus 1 is 3 and put a highest number sign. Highest number is 4. So sign is negative. Then next we add these two numbers. Here is also opposite sign. So subtract these two numbers. 6 minus 1 is 5. Then put a highest number sign. Highest number sign is negative. Minus 5. Then add these two numbers. These are the same sign. So add the numbers. 4. Same sign is negative. So put negative sign on the answer. Then plus minus 5. Same sign, add the numbers. Same sign is negative. So put a negative sign on the answer. So minus 9 is the answer.